ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. എൻ്റെ പേര് ഷബീർ അലി. ജാംജൂം ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ മാനേജിങ് ഡയറക്ടർ. ജാംജൂമിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ അത് ഉപ്പയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഫാദറിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഫാദറും ഫാദറിൻ്റെ പ്രവാസികളായിട്ടുള്ള കുറച്ച് കൂട്ടുകാരന്മാരും 2008 മജാരിദ എന്ന സ്ഥലത്താണ് ജാംജൂമിൻ്റെ തുടക്കം. വാപ്പായുടെ ഒരു വലിയ ഒരു സ്വപ്നമായിരുന്നു ഈ ജാംജൂം ബിസിനസ് ഗ്രൂപ്പ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യവശം എന്ന് പറയാം, 4 വർഷം മുന്നേ കോവിഡുമായി ബന്ധപ്പെട്ട് ഫാദർ മരണമടഞ്ഞു. അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ നേതൃത്വത്തിലേക്ക് വരുന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ജാംജൂം പെരുന്നെണ്ണ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. അതിൻ്റെ മുന്നോടിയായി ഞാൻ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു സാറ്റലൈറ്റ് നെറ്റ്വർക്ക് എൻജിനീയറായിരുന്നു. അത് 2 വർഷം ഞാൻ എറണാകുളത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് എനിക്ക് മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ ഞാൻ ഫാദറിനോട് സംസാരിച്ച് ഞാനൊരു ജെൻസ് വെയർ തുടങ്ങി. ഓൾറെഡി ആ ടൈമിൽ ഞങ്ങളൊരു ജെൻസ് വെയറും കാര്യങ്ങളും അതേപോലെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഫാദർ പറഞ്ഞു, നീ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. കാരണം ഫാദർ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു സ്വാതന്ത്ര്യം തരുന്ന, അതായത് നമ്മളെന്ത് ചെയ്യണോ അത്, അതായത് ഒരു അടിച്ചമർത്തൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജെൻസ് വെയർ ഞാൻ തുടങ്ങി. ആ ഒരു ജെൻസ് വെയറിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ അവിടെ ഒരു പള്ളിയുടെ ബിൽഡിങ് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിൽ നിന്നാണ് ജാംജൂം സൂപ്പർ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് തുടക്കം വരുന്നത്. അപ്പോൾ ഈ ബിൽഡിങ്, ഞാൻ ഈ ജെൻസ് വെയറിന് വേണ്ടിയിട്ട് ബിൽഡിങ്ങിന് തപ്പിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ മലപ്പുറത്ത് ഒരു ജുമാ മസ്ജിദിൻ്റെ ബിൽഡിങ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഫാദറിനോട് സംസാരിച്ചു, അവിടെ ഇങ്ങനെ പള്ളി കമ്മിറ്റിയുടെ ഒരു ബിൽഡിങ് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പോയിട്ടൊന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ വാപ്പ പോയി സംസാരിക്കുകയും എനിക്ക് അതിലൊരു 3 റൂമാണ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിലേക്ക് ഒരു 15,000 സ്ക്വയർ ഫീറ്റ് മൊത്തത്തിലൊരു ബിൽഡിങ്ങാണ് അവർ കെട്ടുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫാദർ ഗൾഫിൽ നിന്ന് അത് സൂപ്പർ മാർക്കറ്റ് നിർത്തി വന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെ ഇവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഞാൻ ഈ 3 റൂമിൽ ഇങ്ങനെ ജെൻസ് വെയർ തുടങ്ങുക എന്നുള്ള ഒരു ഇതിലെത്തി. അങ്ങനെ ജെൻസ് വെയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 വർഷം ഞാനിങ്ങനെ കൊണ്ടുപോയി. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നു. പിന്നെന്താ വെച്ചാൽ ജെൻസ് വെയറിൻ്റെ ഒരു ട്രെൻഡ് വന്ന ടൈമിൽ നമ്മൾ സെയിലും കാര്യങ്ങളും ഇതൊക്കെ കുറച്ച് ഷോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ ജെൻസ് വെയറും കൂടിയും ഈ ജാംജൂമിലേക്ക് ആഡ് ചെയ്ത് പെരിന്തൽമണ്ണ ബ്രാഞ്ചിൻ്റെ തുടക്കം തൊട്ടാണ് ഞാനിവിടെ ജാംജൂമിലേക്ക് എൻ്റർ ആവുന്നത്. അതിന് മുന്നേ ഉണ്ട്, നമ്മൾ ഓരോ ഫുള്ളായിട്ട് ഇൻവോൾവ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ബിസിനസ്സിൽ അത്ര ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫാദറിനോട് നമ്മൾ ചോദിക്കുക, ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ ഫാദറിൻ്റെ മരണത്തിന് ശേഷം എനിക്ക് കുറച്ച് സ്ട്രഗിളായി. കാരണം അതിന് മുന്നേ നമ്മൾ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഫുൾ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാൻ ഈ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ പഠിച്ചും ചെയ്യാം, പഠിക്കാതെയും ചെയ്യാം. പഠിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എന്താ പറയുക, അത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത് പഠിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ബി സ്കൂളിൽ നമ്മളൊരു PGDMA കോഴ്സ് ഉണ്ട്, അതായത് MBAയുടെ ഒരു കോഴ്സാണ്. അപ്പോൾ ഫാദർ ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് ഫാദർ എന്നോട് കുറേ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെന്താ വെച്ചാൽ അന്ന് അതിൽ ഒരു വില കൊടുത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി ഡിഗ്രി വരെ പഠിച്ച് എന്താ പറയുക, പഠിത്തത്തിനൊക്കെ
അത്ര ഒരു എന്താ പറയുക ഒരു നോർമൽ രീതിയിലായിരുന്നു നമ്മൾ പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ എന്താ വെച്ചാൽ ആ കാലഘട്ടം അറിയാലോ, നമ്മൾ പിന്നെ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളേജുകളിലും മറ്റും ഒക്കെ പോകുന്നത്. അപ്പോൾ പിന്നെ വാപ്പാൻ്റെ മരണത്തിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സ്ട്രഗ്ലിങ് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ ബി സ്കൂളിൽ ജോയിൻ ചെയ്യുകയും ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളത് പിന്നെ സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് നമ്മളോട് ഇവിടെയുള്ള ഓൺടർപ്രണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളതുപോലെ എന്തെങ്കിലും ഒരു പിന്നെ കോഴ്സ് MBA അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കൂടുതൽ ടൂൾസുകളും കാര്യങ്ങളും മാനേജ്മെൻറ്റുമായിട്ട് കൂടുതൽ ടൂൾസുകളും കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മളെ സ്ട്രാറ്റജി മൊത്തത്തിൽ നമുക്ക് മാറ്റി മറിക്കാൻ തന്നെ കഴിയും ഇൻഷാ അല്ലാ. പിന്നെ ഞങ്ങളെ ഈ ജാംജൂം ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള വാപ്പയുടെ ഫ്രണ്ട്സ്, അവരുടെ ഇതിലുള്ള സഹകരണം, അവർ വിദ്യാഭ്യാസം കൊണ്ടില്ലെങ്കിലും കച്ചവടത്തിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു സ്ട്രെങ്ത്താണ് ബിസിനസ് ഗ്രൂപ്പിൻ്റെ, ഞങ്ങളെ ജാംജൂം ബിസിനസ് ഗ്രൂപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാ അത് എന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനകളോടുകൂടി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.